നമുക്ക് ചുറ്റുമുള്ള മനോഹരമായ പാറ്റേൺസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? തേനീച്ചക്കൂട് അത് വളരെ മനോഹരമായൊരു പാറ്റേൺ ആണ്. ഇനി നമ്മൾ ഫ്രൂട്ട് സ്റ്റാളിലൊക്കെ പോകുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി അതൊരു പ്രത്യേക പാറ്റേണിലാണ്. ഇനി നമുക്ക് ചുറ്റും ധാരാളം മനോഹരമായ പുഷ്പങ്ങളുണ്ട്. അവയുടെ പെറ്റൽസ്, അവയുടെ ഇതളുകൾ, അവ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി അതൊരു പ്രത്യേക പാറ്റേൺ ആണ്. ഇതുപോലുള്ള ധാരാളം മനോഹരമായ പാറ്റേൺസ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാർഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും കാർഡ് വെച്ചിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ടൊരു പാറ്റേൺ ഉണ്ടാക്കി നോക്കിയാലോ? കാർഡ് കൊണ്ടുണ്ടാക്കിയ ഈ പാറ്റേണിലേക്കൊന്ന് നോക്കൂ. നമുക്ക് കുറേ ട്രയാങ്കിൾസ് കാണാം അല്ലേ? ആദ്യത്തെ റോയിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, രണ്ടാമത്തെ റോയിൽ 2 ട്രയാങ്കിൾസ് ഉണ്ട്, മൂന്നാമത്തെ റോയിൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്, നാലാമത്തെ റോയിൽ 4 ട്രയാങ്കിൾസ്, അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ആ തലകീഴായിട്ടിരിക്കുന്ന ട്രയാങ്കിൾസ് കൂടി ഒന്ന് ആഡ് ചെയ്താലോ? ആദ്യത്തെ റോയിൽ അങ്ങനെയുള്ളതൊന്നുമില്ല, അപ്പോൾ അവിടെ 1 തന്നെ. ഇനി രണ്ടാമത്തെ റോയിൽ നോക്കിയാലോ? ആകെ 3 ട്രയാങ്കിൾസ് കാണാം അല്ലേ? മൂന്നാമത്തെ റോയിലോ 5 ട്രയാങ്കിൾസ്, നാലാമത്തെ റോയിൽ 7 ട്രയാങ്കിൾസ്, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്ട്രെയിറ്റ് ട്രയാങ്കിൾസിൽ നിന്ന് നമുക്കൊരു നമ്പർ പാറ്റേൺ കിട്ടി, 1 2 3 4 എക്സെട്ര. ഇപ്പോൾ അതിൻ്റെ കൂടെ തലകീഴായിരിക്കുന്ന ട്രയാങ്കിൾസ് കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് പുതിയൊരു നമ്പർ സീക്വൻസ് കിട്ടി, 1 3 5 7 എക്സെട്ര. ഇനി ഈ പാറ്റേൺ ഉണ്ടാക്കാൻ ഉപയോഗിച്ച് ടോട്ടൽ കാർഡുകളുടെ ഒരു സീക്വൻസ് ആയാലോ? ആദ്യത്തെ റോയിൽ എത്ര കാർഡുകൾ നമ്മൾ ഉപയോഗിച്ചു? 3 കാർഡുകൾ. രണ്ടാമത്തെ റോയിൽ ട്രയാങ്കിൾസിന് വേണ്ടി എത്ര കാർഡുകൾ ഉപയോഗിച്ചു? 6 കാർഡുകൾ. മൂന്നാമത്തെ റോയിൽ 9 കാർഡുകൾ, നാലാമത്തെ റോയിൽ 12 കാർഡുകൾ. അപ്പോൾ നമുക്ക് പുതിയൊരു നമ്പർ സീക്വൻസ് കൂടെ കിട്ടി, 3 6 9 12 എക്സെട്ര. നമ്മളിപ്പോൾ കണ്ട സീക്വൻസുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ സീക്വൻസ് ഒന്ന് നോക്കിയാലോ? 1 2 3 4 എക്സെട്ര. അത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പം ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടും. രണ്ടാമത്തെ നമ്പറിൻ്റെ കൂടി വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ നമ്പർ കിട്ടും. ഇനി മൂന്നാമത്തെ നമ്പറിൻ്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നാലാമത്തെ നമ്പർ കിട്ടും. അതായത് ഓരോ നമ്പറിൻ്റെയും കൂടെ ഒരു പ്രത്യേക നമ്പർ ആഡ് ചെയ്താണ് പോകുന്നത്. ആ രീതിയിലാണ് ആ സീക്വൻസ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ? ഇനി രണ്ടാമത്തെ സീക്വൻസ് ഒന്ന് നോക്കിക്കേ. അത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സാണ്. അതിൽ ആദ്യത്തെ നമ്പറിൻ്റെ കൂടി 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടി. അതിനോടുകൂടി വീണ്ടും 2 ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ നമ്പർ കിട്ടും. വീണ്ടും മൂന്നാമത്തെ നമ്പറിനോട് കൂടി 2 ആഡ് ചെയ്യുമ്പോൾ നാലാമത്തെ നമ്പർ കിട്ടും. ആ രീതിയിലാണ് ആ സീക്വൻസ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഓരോ നമ്പറിൻ്റെയും കൂടി ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഫിക്സഡ് നമ്പർ 2 ആണ്. ആദ്യത്തെ സീക്വൻസിൽ നമ്മൾ ആഡ് ചെയ്ത ഫിക്സഡ് നമ്പർ 1 ആണ്. ഇനി നമുക്ക് മൂന്നാമത് കിട്ടിയ സീക്വൻസിലേക്ക് വന്നാലോ? 3 6 9 12 എക്സെട്ര. അവിടെ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 3 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടും. രണ്ടാമത്തെ നമ്പറിനോട് കൂടി വീണ്ടും 3 ആഡ് ചെയ്തപ്പോൾ മൂന്നാമത്തെ നമ്പർ കിട്ടി. ആ രീതിയിലാണ് ഇത് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഫിക്സഡ് നമ്പർ ഏതാണ്? അത് 3 ആണ്. ഈ പ്രത്യേകതയുള്ള സീക്വൻസുകളെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? ഒരു പ്രത്യേക നമ്പറിൽ തുടങ്ങി ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. A sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence.